നമ്മുടെ കരിയറിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ MBAക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായത് ബികോം കഴിഞ്ഞ് വർക്കിന് കയറിയപ്പോഴാണ്. എനിക്ക് ഫെബ് 2026 ഇൻഡെക്കിൽ ലാറ്റ്വിക്ക് പോകാനുള്ള വിസ കിട്ടി. ഞാനിപ്പോൾ നെക്സ്റ്റ് സാറ്റർഡേ മാസ്റ്റേഴ്സ് ചെയ്യാൻ ലാറ്റ്വിക്ക് പോവാണ്. എനിക്ക് വിസ വന്നേക്കുന്ന ടോറിബ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ടോറിബയിൽ തന്നെയുള്ള കുറച്ച് സ്റ്റുഡൻസ് പറഞ്ഞായിരുന്നു എംപയർ നല്ല ഏജൻസിയാണ്, നമുക്ക് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും എന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് വഴിയാണ് എംപയർ ഞാൻ കോൺടാക്ട് ചെയ്തത്. ഞാൻ റിവ്യൂസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി, നല്ല റിവ്യൂ കണ്ടിട്ടാണ് എംപയറിനെ കോൺടാക്ട് ചെയ്തത്. ഹായ്, ഐ എം നവീൻ ശങ്കർ. ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്, ആലപ്പുഴ ജില്ലയിൽ. ഹലോ, എൻ്റെ പേര് നിയ സാറ റെഞ്ചി. ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. പ്രോസസിംഗ് ഓഫീസറോട് സംസാരിക്കുമ്പോഴായാലും ശരി, ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നൊരു നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു ഫോർമാലിറ്റി ഒന്നും ഇട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ പ്രോസസിംഗ് ഓഫീസർ ടിമ്മി ആയിരുന്നു. ടിമ്മി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എപ്പോൾ വിളിച്ചാലും കോൾ എടുക്കും, എന്ത് ഡൗട്ട് വെച്ചാലും നല്ല രീതിയിൽ തന്നെയാണ് റിപ്ലൈ തന്നുകൊണ്ടിരുന്നത്. പ്രോസസ്സൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നടന്നുകൊണ്ടിരുന്നത്. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണെങ്കിലും എല്ലാം കറക്റ്റ് ടൈമിൽ, ഒരു ഡിലേ ഇല്ല. എല്ലാ സർട്ടിഫിക്കറ്റും കറക്റ്റ് ടൈമിൽ നമുക്ക് എടുക്കാനും പറ്റി. എല്ലാം സ്മൂത്ത് ആയിട്ട് പോയി. ജസ്റ്റിനാണ് എൻ്റെ മോക്ക് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തത്. ഇന്റർവ്യൂ ആണെങ്കിലും എന്നെ നല്ല ബോൾഡ് ആൻഡ് പ്രിപ്പയർഡ് ആക്കിയാണ് വിട്ടത്. നമുക്കൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ് എപ്പോഴും അവിടെ ഉണ്ടാവാറുള്ളത്. ഇപ്പം നമുക്ക് യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂവിന്റെ കാര്യത്തിലായാലും അതൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. ഓവറോൾ ഞാൻ എംപയർ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി വരുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഞാൻ എംപയറിനെ റെക്കമെൻഡ് ചെയ്യും. എംപയറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ ഇപ്പോൾ ഒരു ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എംപയർ ആയിരിക്കും സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്, വേറെ ഏജൻസി ഒന്നുമല്ല.